തീർത്തും ഉപേക്ഷിക്കൽ വാജിബാണെന്ന് തെളിയിക്കുന്നു. ഹറാമിന്റെ ഇനങ്ങളിൽപ്പെട്ട, തെറ്റിന്റെ ഇനങ്ങളിൽപ്പെട്ട, പാപങ്ങളുടെയും കുറ്റങ്ങളുടെയും വകുപ്പിൽപ്പെട്ട ഒന്നുപോലും ജീവിതത്തിലേക്ക് വരാൻ പാടില്ലെന്നത് വാജിബാണെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്ര കൃത്യാന്നറിയോ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കണം? ഹറാമിന്റെ ഒരു അംശം പോലും ജീവിതത്തിൽ വരാൻ പാടില്ല എന്നാണ്. അത്ര കൃത്യമായിട്ട് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കാം. രണ്ട് ആശയാണ് ഈ നിർവചനത്തിൽ, ഈ ഒരു ഹദീസിലുള്ളത്. എന്തറിയോ? ഒന്ന്, വിരോധിച്ചത് മുഴുവനും കൈയൊഴിയാ. ഹറാം എന്ന് പറഞ്ഞോ 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഈ ആഴ്ച കഴിഞ്ഞോട്ടെ, നാളെ സുബ്ഹിയാണ് കഴിയട്ടെ, അങ്ങനെ നീട്ടിവെക്കാൻ പറ്റൂല. അപ്പോ പാടില്ലേ? അപ്പോ ഒരൊറ്റ ഉദാഹരണം ഞാൻ പിന്നീട് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒറ്റ ഉദാഹരണം. ഇപ്പോ വലിച്ചിറക്കിയ കേബിൾ കണക്ഷൻ, സിനിമ കാണാൻ വേണ്ടി, സീരിയൽ കാണാൻ വേണ്ടി, സംഗീതം കേൾക്കാൻ വേണ്ടി, ന്യൂസ് കാണാൻ വേണ്ടി എന്നൊക്കെ നമ്മൾ പറഞ്ഞു വീട്ടിൽ വെച്ചില്ലേ? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റൂല, അത് ദീനാക്കി മാറ്റാൻ കഴിയൂല. അവിടെ നമ്മളെ കുട്ടികൾ കാണും, അതുകൊണ്ട് പാടില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഹറാമ് വേണ്ട, അപ്പൊ തന്നെ ഡിസ്കണക്ട് ചെയ്ത് ഇഞ്ഞത് വേണ്ട. എങ്ങനെയപ്പത്? ഈ മാസത്തെ കൂടെ ഫീസ് കൊടുത്തല്ലേ, ഈ മാസം കൂടെ കഴിഞ്ഞോട്ടെ. അങ്ങനെയല്ല, നമ്മളിപ്പോ അങ്ങനെ അതാ ഹറാമാട്ടോ, ഓടോ ഞാൻ അങ്ങനെ ശീലിച്ചു, ഇനിയിപ്പോ എന്താ കാട്ടാ, കൊടുക്കുള്ളതാണ് കൊടുത്ത് തീരട്ടെ, എന്നിട്ട് നമുക്ക് പിന്നെ നോക്കാം. ഉദാഹരണം പുറകെ വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഒരു കാര്യം കൂടി എനിക്ക് സാന്ദർഭികം പറയണ്ട. കഴിഞ്ഞ മാസങ്ങളിൽ ഇരുന്ന ക്ലാസ്സിൽ കിട്ടിയ ഒരു രസം, ഒരു സുഖം ഒരു പക്ഷേ ഈ ക്ലാസ് കിട്ടിക്കോളുന്നില്ല. കാരണം എന്താ അറിയോ? ഇതൊരു പോസ്റ്റ്മോർട്ടം, അവനവനൊന്ന് പൊളിച്ചെടുക്കാം. അതുകൊണ്ട് ഇശാ നമസ്കാരത്തിന് വേണ്ടി നമ്മൾ നിർത്തുമ്പോ ഈ സദസ്സിൽ ഇനി ഇത്ര ആളുണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പൊ തന്നെ ഈ കോലത്തിലേക്കാണ് എത്തി നിൽക്കണമെങ്കിൽ ഇനി എത്ര ആളുണ്ടാവും ഈ സദസ്സിൽ ഇശാ നമസ്കാരം കഴിഞ്ഞാന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. നമ്മളൊക്കെ മേല് തട്ടണ, നമ്മളൊക്കെ പ്രയാസപ്പെടുത്തണ, നമ്മുടെയൊക്കെ ജീവിതത്തെ സ്ഥിരമായി നടന്നു വരുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാത്തത്. പഠിച്ചോനെ ഇതൊക്കെ ഒരു പാപമാണോ എന്ന് തോന്നിപ്പോ നമുക്ക്. അങ്ങനത്തെ ഒരുപാട് സംഗതികളാണ് ഇൻഷാ അല്ലാഹ് ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരുന്നുണ്ട്. അതിന് മുമ്പ് ഒരു കാര്യം, ഒന്ന്, വിരോധിച്ചത് മുഴുവനും കൈയൊഴിക്കണം. രണ്ടാമത്തതോ, അല്ലാഹുവിന്റെ ഹബീബ് പറയാ ഫഫ്അലു മിൻഹു മസ്തതഅതും, നിങ്ങളെ കഴിവിന്റെ പരമാവധി കൽപ്പിച്ചതിന് നിങ്ങൾ പിന്തുടരണേ, കൽപ്പിച്ചതിന് നിങ്ങൾ കൊണ്ടുവരണേ, നിങ്ങളെ കഴിവിന്റെ പരമാവധി നന്മ ചെയ്യണേ, കഴിവിന്റെ പരമാവധി നന്മ ചെയ്യണേ. ഫർള് നമസ്കാരങ്ങൾ കണിശമാണ് 5 നേരത്തേത്. റവാത്തിബുകൾ സുന്നത്തുകൾക്ക് സാധ്യമാണോ നിങ്ങൾ കൊണ്ടുവരണേ. 1 മാസ കാലഘട്ടത്തിൽ നിർബന്ധ നോമ്പ്, അതിന്റെ പുറമെ സുന്നത്ത് നോമ്പുകൾ നിങ്ങൾക്ക് സജീവമാക്കാൻ കഴിയുമോ? നല്ലതാണ്. റവാത്തിബ് സുന്നത്തിന്റെ പുറമെ തഹജ്ജുദ് നമസ്കാരം നിങ്ങൾക്ക് കൊണ്ടുവരാൻ കഴിയുമോ? ഫഫ്അലു മിൻഹു മസ്തതഅതും, കഴിവിന്റെ പരമാവധി നിങ്ങൾ ശ്രമിച്ചോളിയും. സകാത്ത് എന്ന് പറയുന്ന നിർബന്ധ ദാനധർമ്മത്തിന് പുറമെ നിങ്ങൾക്ക് സദഖയായി ഐച്ഛികമായി നൽകാൻ കഴിയുന്നവയുണ്ടോ? നിങ്ങൾക്ക് കൊടുക്കാം. ഫഫ്അലു മിൻഹു മസ്തതഅതും, നിങ്ങൾ കഴിവിന്റെ പരമാവധി ചെയ്തോളൂ. വിശുദ്ധ ഖുർആനിന്റെ പാരായണം, വിശുദ്ധ ഖുർആനിന്റെ പഠനം, വിശുദ്ധ ഖുർആനിന്റെ ജീവിതം, വിശുദ്ധ ഖുർആനിന്റെ പുറമെ ഹദീസുകളുടെ പഠനവും വായനയും അതിന്റെ മനനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഹദീസുകൾ മനഃപ്പാഠമാക്കൽ, ദിക്റുകൾ മനഃപ്പാഠമാക്കൽ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ നേതാവ് പറഞ്ഞുപോയി, ഹീന യുസ്ബിഹു അശ്റാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹീന യുംസി അശ്റാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പേരിൽ രാവിലെ 10 സ്വലാത്ത് സുന്നത്തുണ്ട്, എന്റെ പേരിൽ വൈകുന്നേരത്തും 10 സ്വലാത്ത് സുന്നത്തുണ്ട്, വെള്ളിയാഴ്ച ദിവസം പ്രത്യേകം പകലിൽ സ്വലാത്ത് ചൊല്ലൽ സുന്നത്തുണ്ട്. കഴിവിന്റെ പരമാവധി ഫഫ്അലൂ മിൻഹു മസ്തതഅതും, നിങ്ങൾ കഴിവിന്റെ പരമാവധി. അവിടെയൊക്കെ കഴിവിന്റെ പരമാവധിയാണ്. എന്നാൽ നിഷിദ്ധങ്ങളോ ഹറാമുകളോ ഇല്ല. കഴിവിന്റെ പരമാവധി അല്ല, പൂർണ്ണമായി ഉപേക്ഷിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഹറാമിന്റെയും ഹലാലിന്റെയും ഒരു പൊതു കാരണം അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്നുണ്ട്. എന്തുകൊണ്ടത് ഹറാമായത്, എന്തുകൊണ്ടത് ഹലാലായത്? നമ്മൾ ഈ ഒരു അസ്ല് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ആലോചിച്ചിട്ടുണ്ട് എന്താ ഹറാമെന്ന് പറയാൻ. ശ്രദ്ധിക്കാം. ചിലർ ചോദിക്കാറുണ്ട്, ചില എന്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്ന ചില സ്റ്റാഫുകൾ, മുസ്ലിം സുഹൃത്തുക്കളും അല്ലാത്തവരൊക്കെ ചോദിക്കാം, എന്തുകൊണ്ടാ ഹബീബേ അത് ഹറാമായത്, എന്തുകൊണ്ടത് ഹലാലായത്? നിങ്ങൾ എപ്പോഴും ആലോചിച്ചിട്ടുണ്ട് എന്തുകൊണ്ടത്? അള്ളാഹ് പറഞ്ഞത്, എന്റെ മാനദണ്ഡം അള്ളാഹ് പറഞ്ഞത്. വയുഹില്ലു ലഹുമുത്-ത്വയ്യിബാത്ത് ويحل لهم الطيبات ويحرم عليهم الخبائث.
7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 57-ാമത്തെ വാചകമാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ലോകത്തിന്റെ അധിപതി പടച്ച റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞു തരികയാ ലോകത്തിന്റെ നേതാവിനെ പറ്റി. വയുഹില്ലു ലഹുമുത് ത്വയ്യിബാത്ത്, അദ്ദേഹം നിങ്ങൾക്ക് ത്വയ്യിബാത്തുകൾ വിശിഷ്ടമായതൊക്കെ ഹലാലാക്കി തന്നു. വയുഹർരിമു അലൈഹിമുൽ ഖബായിസ്, മ്ലേച്ഛമായത്, വൃത്തികെട്ടത്, വൃത്തിഹീനമായത് നിങ്ങൾക്ക് ഹറാമാക്കി തന്നു. വിശിഷ്ടമായത് ഹലാലാണ്, നികൃഷ്ടമായത് ഹറാമുമായി തീരുന്നു. അപ്പോൾ ഹറാമുകൾ നികൃഷ്ടമാണ്. എന്തുകൊണ്ടാണ് ഒരു സംഗതി ഹറാമാകുന്നത്? അത് നികൃഷ്ടമായത് കൊണ്ടാണ്, മ്ലേച്ഛമായത് കൊണ്ടാണ്, മനുഷ്യത്വ വിരുദ്ധമായത് കൊണ്ടാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ചിട്ട് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോയൊരു ഹദീസിലെ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. ഇത്തഖിൽ മഹാരിമ തകുൻ അഅബുദൻ നാസ്. അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നീ സൂക്ഷ്മത പാലിക്കണേ, നീ പടച്ച റബ്ബിനെ സൂക്ഷിക്കണേ, എങ്കിൽ നീ ആയിരിക്കും ജനങ്ങളിലെ ഏറ്റവും ഭക്തനായ വ്യക്തി. മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ലവനാകാൻ, ഏറ്റവും വിശിഷ്ടനാകാൻ, ഏറ്റവും വിശുദ്ധനാകാനുള്ള ഒരു മാർഗത്തെപ്പറ്റി അഹ്ലുസുന്നഫയിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത മദീനത്തെ പള്ളിയുടെ പ്രദേശത്ത് താമസിക്കുന്ന, കെട്ടിടത്തിൽ താമസിക്കുന്ന, ഷെഡിൽ താമസിക്കുന്ന 70ഓളം വരുന്ന സഹാബികളുടെ കൂട്ടത്തിൽ 4000-ലേറെയും ഹദീസുകൾ നമുക്ക് വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ സഹാബി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കരം പിടിച്ചിട്ട് ലോകത്തിന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയ വാക്കെന്താ അറിയോ? അല്ലാഹു ഹറാമാക്കിയ കാര്യങ്ങളിൽ നീ സൂക്ഷ്മത പാലിക്കണേ, നീ റബ്ബിനെ സൂക്ഷിക്കണേ, എങ്കിലും നീ ആയിരിക്കും ജനങ്ങളിലെ ഏറ്റവും ഭക്തനായ വ്യക്തി. മുസ്ലിയാരല്ല, മൗലവിമാരല്ല, പണ്ഡിതന്മാരല്ല, അവിടുത്തെ സാദത്തന കുബറാനല്ല, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളുകളല്ല, നീ ആയിരിക്കും ഏറ്റവും ഭക്തനായ വ്യക്തി. ആരാന്നറിയോ ഏറ്റവും ഭക്തനായ വ്യക്തി? അങ്ങാടിയിൽ ഉന്തുവണ്ടിയിൽ നാരങ്ങ കച്ചവടം ചെയ്യുന്ന ഒരു സാധാരണക്കാരനാണെങ്കിലും അയാള് പടച്ച റബ്ബിനെ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ അയാളാണ് ജനങ്ങളിലെ ഏറ്റവും ഭക്തനായ വ്യക്തി. പള്ളിയിൽ ജനങ്ങൾക്ക് ഇമാമത്ത് നിൽക്കുന്ന മൗലവിമാരല്ല, പണ്ഡിതന്മാരല്ല, ഏറ്റവും ഭക്തനായ വ്യക്തി റബ്ബിനെ സൂക്ഷിക്കുന്നവനാണ്, ഹറാമിൽ നിന്ന് വിട്ടൊഴിഞ്ഞു നിൽക്കുന്നവനാണ്. അതൊരു അടുക്കളയക്കത്ത് ജോലി ചെയ്യുന്ന ഒരു സാധാരണക്കാരിയായ ഒരു സ്ത്രീയാണെങ്കിലും ശരി, വീടിന്റെ ഓരത്തിരുന്ന അള്ളാന്റെ നിയമങ്ങളെ പാലിക്കുന്ന ഒരു ഉമ്മയാണെങ്കിലും ശരി, അവളാണ് ഏറ്റവും ഭക്തനായ വ്യക്തി, ഭക്തിയുള്ള വ്യക്തി. അള്ളാന്റെ ഹബീബ് ശരിക്കും പഠിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ ശരിക്ക് ഈ ഒരു മാനദണ്ഡം വെച്ച് ആലോചിച്ച് നോക്കി, നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മളെ കൂട്ടത്തിൽ ഭക്തിയുള്ളവരാരാ, ഭക്തിയില്ലാത്തവരാരാ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ജനങ്ങളോട് ദീന് പറയണ എന്നെ പോലത്തെ ആൾക്കാരെക്കാളും നല്ലത് ഈ ദീനിന്റെ ദഅവത്ത് സംഘടിപ്പിക്കാനും അവിടെ വന്നിരുന്ന് കേൾക്കാനും അത് പഠിക്കാനും അത് പകർത്താനും ഒക്കെ ശ്രമിക്കണ കുറെ നിഷ്കളങ്കരായ സാധുക്കളുണ്ട് സമൂഹത്തിൽ. അതുകൊണ്ട് അള്ളാഹ് പറഞ്ഞു 9-ാം അധ്യായം സൂറത്ത് തൗബയുടെ ഓർമ്മ ശരിയാണെങ്കിൽ 34-ൽ ലോകത്തെ ഏറ്റവും കൂടുതൽ പേടിക്കേണ്ടത് നിങ്ങൾ പണ്ഡിതന്മാരും പുരോഹിതന്മാരെയാണ്. കാരണം എന്താ? ജനങ്ങളുടെ മുതലുകൾ അവർ അന്യായമായി തിന്നുന്നു. കള്ളുടിയനെ പേടിക്കണോ, പെണ്ണുപിടിയനെ പേടിക്കണോ, പീഡകനെ പേടിക്കണോ എന്നല്ല അള്ളാഹ് ചൂണ്ടിക്കാണിച്ച് ഞങ്ങളെപ്പോലത്തെ മൗലവിമാരെ പേടിക്കണോന്നാ. കാരണം എന്താ? ഇഖ്ലാസ് ഇല്ലാതെ പോകുന്ന ഒരു അവസ്ഥാവിശേഷമുണ്ട്. ഭക്തി എന്ന് പറഞ്ഞാൽ അത് ആരുടെയും കുത്തകയല്ല, ഭക്തി ആരുടെയും കുത്തകല്ല. ഇൽമുണ്ടായ ഭക്തി ഉണ്ടാവും, ശരിയാണ്. പക്ഷെ ഇൽമുണ്ടായിട്ട് ഭക്തി ഇല്ലെങ്കിലോ അതൊന്നും ഉൽമാണ്. അപ്പൊ നമ്മള് പറയും ഇൽമും ഉൽമുണ്ട്. ഇൽമുണ്ടാകാനേ പാടുള്ളൂ, ദുൽമുണ്ടാകാൻ പാടില്ല. ഇൽമും ഉൽമും കൂടി ഉണ്ടായാലോ ഈ ആധുനിക ലോകത്തിന്റെ ഏറ്റവും വലിയ അസംബന്ധത. അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഏറ്റവും പഴച്ചൊരു വൃത്തികെട്ടവന്മാര് അവസാന നാളിൽ വരും. ആരാ? അള്ളാന്റെ ദീനിനെ പ്രതിനിധീകരിക്കുന്ന പണ്ഡിത വേഷധാരികൾ. ഞാൻ പറയണത് ഈ സദസ്സിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓല പറ്റിയല്ല, ഈ ശബ്ദം കേൾക്കുന്നിടത്ത് ആരെങ്കിലും ഓല പറ്റിയല്ല. സമൂഹത്തിൽ അങ്ങനെ കുറെ ആൾക്കാരുണ്ട് പഴച്ചോര്. അപ്പൊ നന്നാകാൻ എത്ര സാധാരണക്കാരാണെങ്കിലും പറ്റും. നമ്മുടെ ആൾക്കാരെ വിചാരം അറിയോ, ഞാനൊക്കെ ഇപ്പൊ എങ്ങനെ നന്നാവാ, ഞാൻ സാധാരണക്കാരനല്ലേന്നാ. സാധാരണക്കാരാണ് എന്നും നന്നായത്. നൂഹ് നബിന്റെ ചരിത്രം മുതൽക്ക് മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രം വരെയുള്ള പ്രവാചകന്മാരെ ചരിത്രം മുഴുവൻ പഠിപ്പിക്കുന്നതാ സാധാരണക്കാരാണ്. ഞങ്ങളോട് നെഞ്ചൂക്ക് കാണിക്കാതിരിക്കുക, ജോലൊന്നും മാറ്റിച്ചൂടെ മുഹമ്മദ് എന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. ഈ ഒരു ദുർബലരാണ് കിട്ടിയെന്നാണ് നൂഹ് നബിയോട് ചോദിച്ചത്. സാധാരണക്കാരാ എന്നും അള്ളാന്റെ ദീന്റെ പുറകെ
സാധാരണക്കാർ മാറുന്നത്. മറിച്ച് ചിന്തിച്ചത് പുരോഹിതന്മാരും രാഷ്ട്രനായകന്മാരും അവിടുന്ന് അധികാരിവർഗങ്ങളും പണക്കാരുമൊക്കെയാണ് ചങ്കൂറ്റം കാണിച്ചത്. ദീനറിഞ്ഞ ലളിതാണ് കൂട്ടരെ, ഇതാർക്കും എളുപ്പമാണ്. അതുകൊണ്ട് മാനദണ്ഡം എന്താ? ഹലാലാകാനുള്ള മാനദണ്ഡം എന്താ? അത് വിശിഷ്ടമായതായതുകൊണ്ട്. ഹറാമാകാനുള്ള മാനദണ്ഡം എന്താ? അത് മ്ലേച്ഛായതുകൊണ്ട്. ഒരൊറ്റ പറയട്ടെ, പാല് ഹലാൽ, കള്ള് ഹറാം, കച്ചവടം ഹലാൽ, വഞ്ചന ഹറാം, അധ്വാനിച്ച് ജീവിക്കൽ ഹലാൽ, ആരാന്റെ മുമ്പിൽ യാചിക്കലും ആരാനെ പറ്റിക്കലും ഹറാം, മഹർ കൊടുത്തൊരു പെണ്ണിനെ സ്വീകരിക്കൽ ഹലാൽ, സ്ത്രീധനം വാങ്ങി പെണ്ണിനെ കെട്ടൽ ഹറാം. ഉദാഹരണം വേണം നിങ്ങൾക്ക് ഇനി എക്സെട്രാ എക്സെട്രാ അങ്ങനെ കൂട്ടിയൊക്കെ ഏതൊക്കെ ഹലാൽ ഏതൊക്കെ ഹറാമും. നല്ലൊരു ജ്യൂസ് കുടിക്കൽ ഹലാൽ, എന്നാ ജ്യൂസ് പുളിപ്പിച്ച് ലഹരിയാക്കിയിട്ട് കുടിക്കലോ അത് ഹറാം. എന്താ മാനദണ്ഡം? ഒന്ന് നികൃഷ്ടമാണ്, ഒന്ന് തൊയ്യിബാണ്, വിശിഷ്ടമാണ്. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ബഅദ സ്വലാ ഇശാ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഈ ക്ലാസിന്റെ പുനരാരംഭം ഉണ്ടാകും. അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന ആളുകളൊക്കെ ജമാഅത്ത് നമസ്കരിച്ച് എത്രയും പെട്ടെന്ന് തിരിച്ചു വരിക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സാധാരണക്കാരായ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നിത്യജീവിതത്തിന്റെ മേഖലകളിൽ സാധാരണയായി സംഭവിക്കുന്ന അല്ലെങ്കിൽ അശ്രദ്ധമായി സംഭവിക്കുന്ന കുറേയധികം ഹറാമുകളുണ്ട്, തിന്മകളുണ്ട്, പാപങ്ങളുണ്ട്. നമ്മൾ പോലും ആലോചിക്കണം, പ്രശ്നം ഇതൊക്കെ ഒരു പാപമാണോ എന്നൊരു പക്ഷേ ആലോചിക്കാൻ മാത്രം ഗൗരവമുള്ള കുറേയധികം പാപങ്ങൾ നമ്മൾ അറിയാതെ ചെയ്തു പോകുന്നു. ആ ഒരു അത്ഭുതം ഞാനിത് പറയുമ്പോഴും ഒരുപക്ഷെ നിങ്ങൾക്ക് ഉണ്ടാകാം. ആ കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഞാൻ നിങ്ങളോട് ആദ്യമായി സൂചിപ്പിക്കാൻ പോകുന്ന ഒരു പാപം, നമ്മൾ ശ്രദ്ധിക്കാത്തൊരു പാപം, അല്ലാഹുവിന്റെ ഹബീബ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചൊരു സംഗതി, നമ്മുടെ സ്വഭാവ മേഖലയുമായി ബന്ധപ്പെട്ടത്, ഒരു മുസ്ലിമിന്റെ നിലപാടുമായി ബന്ധപ്പെട്ടത്. മനുഷ്യ സൗഹാർദ്ദം എന്ന് പറയുന്നത് ഇസ്ലാം അംഗീകരിച്ചതാണ്. മാനുഷിക പരിഗണനകൾ ജീവിതത്തിന്റെ മേഖലയിൽ നമ്മിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. എല്ലാവരോടും മനുഷ്യത്വത്തോടുകൂടി പെരുമാറും. ഇവിടെ ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം, ജൂതൻ, സിഖ്, പാഴ്സി, ജൈനൻ, ബുദ്ധൻ, RSSകാരൻ, NDFകാരൻ, സിമിക്കാരൻ, കോൺഗ്രസുകാരൻ, കമ്മ്യൂണിസ്റ്റുകാരൻ, MSM, SFS, SFI, BJP, ABVP, അങ്ങനെയൊന്നുമില്ല. മനുഷ്യരായി പറഞ്ഞവരോടൊക്കെ മനുഷ്യത്വത്തോടുകൂടി പെരുമാറണം. പടച്ചറപ്പ് നമ്മെ അതിനെ അനുഗ്രഹിക്കുമാറാവട്ടെ. പക്ഷേ എന്താ ഈ പക്ഷേ? ഈമാൻ, വിശ്വാസം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈമാനിന്റെ വർധനവിനെ സഹായിക്കുന്ന കാര്യങ്ങൾ, ഈ ഒരു ഈമാൻ ഉള്ളിൽ ഉറക്കാത്തത് ഒരു ഒട്ടനവധി ആളുകൾ, ധാരാളക്കണക്കിന് ആളുകൾ തമ്മാടിത്തവും നെറികേടും കൂടെ കൊണ്ടു നടക്കുന്നവരുമായി, ജീവിതത്തിന്റെ മേഖലയിൽ മുഴുവൻ തമ്മാടിത്തങ്ങൾ അനുഷ്ഠിക്കുന്നവരുമായി, വൃത്തികേടുകളുമായി ജീവിക്കുന്നവരുടെ കൂടെ സഹവസിക്കാനും ചങ്ങാത്തം കൂടുവാനും സമയം കണ്ടെത്തി മെനക്കെട്ടിരിക്കാറുണ്ട്. ആള് ശുദ്ധ തമ്മാടിയാണ്, അയാളുടെ കൂടെ ഒരു ഈമാനുള്ളവന് സഹവാസം പാടില്ല. ആള് വൃത്തികെട്ടവനാണ്, അയാളുമായി ഈമാനുള്ളവന് സഹവാസം പാടില്ല. അയാൾ ഏത് വിഷയത്തിൽ നിന്ന് വിമോചിതനാകുന്നുവോ ആ ഒരു വിഷയത്തിൽ നിന്ന് അയാൾ പിന്തിരിയാത്തിടത്തോളം അയാളുമായി ഒരു ബന്ധം നമുക്ക് പാടില്ലാത്തതാ. വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ട വിഷയമാ. നിങ്ങളൊന്ന് ആലോചിക്കണേ, അല്ലാഹുവിന്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോണ കാര്യമാണത്. അല്ലാഹുവിന്റെ ദീന് നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഈമാനുള്ളിൽ ഉറക്കാത്ത ഒരാളോടുമുള്ള സഹവാസം അത് ഇസ്ലാം പഠിപ്പിച്ച രീതിയിലാകാതെ തരമില്ല. ചിലപ്പോ ശരീഅത്തിനെ കുത്തിപ്പറയുന്ന, ദീനിനെ പരിഹസിക്കുന്ന, ദീനിനെ അവഹേളിക്കുന്ന, ദീനിന്റെ വക്താക്കളെ പരിഹസിക്കുന്നവരുമായി പോലും യാതൊരർത്ഥത്തിലുമുള്ള ചങ്ങാത്തം പാടില്ലെന്ന് ബോധ്യമാകാൻ ഒരു കാര്യം നിങ്ങളോട് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. എന്തുകൊണ്ടത് പറയണമെന്നറിയോ? അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന മജ്ലിസുകൾ, അള്ളാഹുവിന്റെ ദീനിനെ അവഹേളിക്കുന്ന കാര്യങ്ങൾ, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പ്രത്യേകിച്ച് ബഹുഭാര്യത്വമായി
ഈ ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയെ കല്യാണം കഴിക്കലായി, ഇസ്ലാമിക പർദ്ദധാരണമായി, ഇസ്ലാമിലെ പർദ്ദധാരണവുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം ഏതേത് ദീനീ ശരീഅത്തിനെ പരിഹസിക്കുന്ന സമൂഹത്തിൽ കണ്ടുവരുന്ന കാര്യങ്ങളുണ്ടോ അവരുമായുള്ള സഹവാസത്തിന്റെ വിശാലമായ കാഴ്ചപ്പാടുകളെ കുറ്റി വാതോരാതെ പറയുന്ന ആളുകളുടെ സമുദായത്തിനകത്ത് എങ്കിലും അവർ മനസ്സിലാക്കാൻ വേണ്ടി പറയുക, ഏത് രാഷ്ട്രീയത്തിന്റെ മേൽക്കോയ്മക്ക് വേണ്ടിയാണെങ്കിലും, ഏത് രാഷ്ട്രത്തിലെ ജീവിതത്തിന്റെ പേര് പറഞ്ഞാണെങ്കിലും പടച്ചിറപ്പ് തൃപ്തിപ്പെടുന്നില്ല. 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിന്റെ 68-ാമത്തെ വാചകത്തിൽ അല്ലാഹു പറയാ, വഇദാ റഅയ്തല്ലദീന യഖൂലൂന ഫീ ആയാതിനാ ഫഅഗ്രിദ് അൻഹും ഹത്താ യഖൂലൂ ഫീ ഹദീസിൻ ഗൈരി വഇമ്മാ യുൻസിയന്നക الشيطان وإما ينسينك الشيطان فلا تقعد بعد الذكرى مع القوم الظالمين. നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ, അള്ളാഹുവിന്റെ ദീനിന്റെ ആയാത്തുകളെ, അള്ളാഹുവിന്റെ ദീനിന്റെ തെളിവുകളെ അപഹസിക്കുന്നവരിൽ മുഴുകിയവരെ നീ കണ്ടാൽ, അതിലങ്ങ് മുഴുകിപ്പോയവരെ നീ കണ്ടാൽ, അവർ മറ്റു വല്ല വർത്തമാനങ്ങളിലും പ്രവേശിക്കുന്നത് വരെ നീ അവരിൽ നിന്ന് തിരിഞ്ഞു കളയുക നബിയെ. അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരുടെ സദസ്സിന് നീ ഇരുന്നു പോകല്ല, അള്ളാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്നവരുടെ കൂടെ നീ സഹവസിക്കല്ല, അവരിൽ നിന്ന് നീ തിരിഞ്ഞു കളയണേ നബിയെ. ഇനി വല്ലപ്പോഴും നിന്നെ പിശാച് മറപ്പിച്ച് കളയുന്ന പക്ഷം ശൈത്താൻ ഇങ്ങനെ ഓർമ്മിപ്പിച്ചില്ല. ആ ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്ന സദസ്സിനകത്ത് അങ്ങനെ ഇരുന്നുപോയി. പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അങ്ങനെ ഓർമ്മ വന്നതിന് ശേഷം ആ അക്രമികളായ ആളുകളുടെ കൂടെ നീ ഇരിക്കരുതേ. ലോകത്തിന്റെ ഹബീബിനോട് ഉടയ തമ്പുരാന്റെ നിർദ്ദേശമാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം അത് നമുക്ക് പറഞ്ഞു തരികയാ. എന്താ ഈ പഠിപ്പിക്കണത് നിങ്ങള്? ചിലപ്പോഴൊക്കെ ദീനിനെ പരിഹസിക്കുന്ന ആളുകളോട് നമ്മൾ സ്വീകരിക്കുന്ന നിലപാടെന്താ? ഇപ്പൊ നിങ്ങളൊക്കെ ഇപ്പൊ ചരിത്രത്തിൽ ഇപ്പൊ നമ്മളെ മുന്നിൽ വലിയൊരു വിഷയം, നമ്മൾ ആരും പറയണില്ല ഒരു പെൺകുട്ടിനെ 18 വയസ്സിന്റെ മുമ്പ് കെട്ടിച്ചു കൊണ്ടോ നിർബന്ധം. നമ്മളാരും പറയണില്ല. ഒരു കുട്ടിക്ക് പ്രായപൂർത്തിയായി, വിവാഹത്തിന്റെ സമയമായി, ഒക്കെ ആവശ്യമായി തോന്നി വിവാഹം കഴിച്ചു കൊടുക്കാം. അവിടെ പക്വതയും അവളെ ശൈശവമായി ബന്ധപ്പെടുന്ന കുറെ സംഗതികളുടെ വിരോധനങ്ങളൊക്കെ കടന്നു വരുന്നുണ്ട്. ഇല്ലാത്ത കഥയും വല്ലാത്ത വിശദീകരണമൊക്കെ നൽകി അതിനെ വടക്കാക്കണ ആൾക്കാർ. നമ്മൾ ചില ആൾക്കാരും പറയാ, അല്ലെങ്കിൽ നമ്മളെ നിയമമൊന്നും ശരിയല്ല എന്ന് പറഞ്ഞിട്ട് വലിയ വലിയ ഡോക്ടറേറ്റ് എടുത്ത ആളുകൾ വരെ, ചില സഹോദരിമാര് വരെ ക്യാമ്പസുകളിലൊക്കെ നടക്കുന്ന ചർച്ചകളിൽ ഇസ്ലാമിന്റെ നിയമത്തോട് പരിഹസിക്കുക, ശരീരത്തിനെ ശൈശവ വിവാഹത്തിലേക്കാണ് ഏച്ചുവിട്ട. ശൈശവം എന്ന് പറഞ്ഞപ്പോൾ ഏതാ പ്രായം എന്നറിയാത്ത കൗമാണ്. ഇന്ന് ഞാൻ മാതൃഭൂമി വായിച്ചു പുതിയൊരു ലേഖനം, എം സുൽഫത്ത്, ആള് മാപ്പിളെ, എഴുതണം ഒഴിവ് അസംബന്ധം. എന്താ സുൽഫത്ത് എഴുതി പോണെന്നറിയോ? 21 വയസ്സ് വരെ ശൈശവാണ്. സുബ്ഹാനല്ലാഹ്, ഓളെ തലയിൽ എന്താ ഉള്ളത്? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. 21 വയസ്സ് വരെ ശൈശവായിട്ട് കണക്കൂട്ടണമെന്നാ. 18 വയസ്സ് വരെ ശൈശവ, 18 ശൈശവം ഒരൊറ്റ ചാട്ടം. പിന്നെ മേജറായി താനി പൊട്ടത്തരം. നിങ്ങൾ ആലോചിച്ചു, ഈ 18-നുള്ളിൽ ശൈശവം എന്ന് പറഞ്ഞാൽ എന്താ? ശൈശവം എന്ന് പറഞ്ഞാൽ ശിശു സഹജമായ എല്ലാ ദുർബലതകളുള്ളത്. അപ്പൊ ഈ 16-ാമത്തെ വയസ്സിൽ പെൺകുട്ടിക്ക് ശിശു സഹജമായ ദുർബലത, എന്താ? കൂടെ പഠിക്കുന്ന ചെറുക്കനോട് പ്രണയം, ശിശു സഹജമായ. ഇത് നമ്മൾ ന്യായീകരിക്കണം. അങ്ങനെ വരണ്ട, അത് നിയമമായിക്കോട്ടെ, രണ്ടാളും കൂടി ശരിക്കും സ്നേഹിച്ചോട്ടെ, പെട്ടിച്ചു വിട്ടാലോ? ഓ, നിയമവിരുദ്ധം, ദീനീ വിരുദ്ധം, അത് മനുഷ്യത്വ വിരുദ്ധം. പൊട്ടത്തരാണ് നമ്മുടെ ശരിക്കും മനസ്സിലാക്കേണ്ടത്. നമ്മളാ തീരുമാനിക്കണം നമ്മളെ കുട്ടീനെ എപ്പോഴാ കെട്ടിച്ചുകൊണ്ട് എപ്പോഴാ കെട്ടിച്ചത്. അല്ലാണ്ട് ഇവരല്ല, ഏതെങ്കിലും നാട്ടു നടപ്പല്ല, ഏതെങ്കിലും നിയമങ്ങളല്ല, ഇസ്ലാമിക ശരീഅത്താണ്. അതിനെതിരെ ആദ്യം സംസാരിച്ചാലും നമുക്കതിനുള്ള നിലപാടെന്താകണം. ഇനി ഞാൻ പറഞ്ഞു 18 വയസ്സായാലും കെട്ടിച്ചോളാം ഇസ്ലാം പറഞ്ഞു ഇല്ല. എപ്പോഴത് ആവശ്യമാണ് അപ്പോഴാ കെട്ടിക്ക. ചില ആളുകൾക്ക് ഒരിക്കലും ചർച്ച വന്നെന്തറിയോ, 18 വയസ്സായാലേ പക്വതയുള്ളൂ. 21 വയസ്സുള്ള ഒരു പെൺകുട്ടിനോട് പറഞ്ഞ എനിക്ക് ഓർമ്മയുണ്ട്, ഇതൊന്നാണ് നിന്ന് നോക്കാൻ, എന്റെ അളവൊന്നും അളവ് നോക്കാം. ഇപ്പോഴും അന്തം വെച്ചിട്ടില്ല എനിക്ക്. 21 വയസ്സായിട്ട് അന്തം വെച്ചിട്ടില്ല.
ഞാൻ ചോദിക്കട്ടെ, 21 വയസ്സ് ആണുങ്ങളത് പക്വതയുള്ള പ്രായ? ആരാ പറഞ്ഞ് 28 വയസ്സും 29 വയസ്സും കഴിഞ്ഞ ആൾക്കാരോട് വാപ്പാരെ പറയും, ഒന്ന് നോക്കെ ചങ്ങായി എത്ര വലുതായി, ഇനി അന്തം വെക്കൂല ഒക്കെ ചോദിക്കില്ലേ? ഞങ്ങളെ നാടൻ മലപ്പുറം ഭാഷ പറഞ്ഞാല് ഇങ്ങനെ കുറെ ചോദ്യങ്ങളുണ്ട്. അപ്പൊ 21 നിയമ ആരെ? 21 പുരുഷന്റെ ശൈശവപ്രായം കഴിഞ്ഞ പ്രായം എന്ന് പറഞ്ഞാൽ തനി പൊട്ടത്തരാത്. ഇത്തരം ചർച്ചകൾ മുസ്ലിം പെൺകുട്ടികൾ പങ്കെടുക്കുക, എന്നിട്ട് വലിയ തട്ടോ മഫ്തക്കെട്ട കുട്ടികൾ ഇങ്ങനെ പറയാ, ഞങ്ങളൊക്കെ നിയമം എന്താ വെച്ചാല് ഞങ്ങളൊക്കെ 18 തന്നെയാണ് ഉദ്ദേശിക്കണം. ആരോടോ എന്നോട് 18 ഇസ്ലാമിന്റെ നിയമം എന്ന് പറഞ്ഞു? അങ്ങോട്ട് പരിഹസിക്ക, നാട്ടിലൊക്കെ പാടെ നമ്മളൊന്ന് കൂടെ കൂടി കൊടുക്ക. ഇത് തനിച്ച അസംബന്ധമാണ്. ഇത്തരം ചർച്ചകളിൽ നമ്മൾ പങ്കെടുക്കല്ല. നോക്കണേ നിങ്ങള്, ഇത്തരം ചർച്ചകളുമായി നമ്മൾ പങ്കെടുക്കല്ല. ഇങ്ങനെ ദീനിനെ പരിഹസിക്കുന്നവരെത്ര അടുപ്പമുള്ളവരായാലും സഹവാസം പാടില്ല. സഹവാസം അവരോട് പാടില്ല. മറിച്ച് അവരുടെ തിന്മയെ എതിർക്കുകയും അവരുമായി ആ തിന്മയെ എതിർത്തിട്ട് അവരോട് നിജസ്ഥിതി ബോധ്യപ്പെടുത്താനുമാണോ, പ്രബോധനം നടത്താനാണോ എങ്കിൽ അത്തരം സദസ്സുകൾ നമ്മൾ പങ്കെടുക്കുക. അല്ലാഹു പറയാ, ഫഇൻ തറളൗ അൻഹും ഫഇന്നല്ലാഹ ലാ യർളാ അനിൽ ഖൗമിൽ ഫാസിഖീൻ. നബിയേ, ഇനി നിങ്ങൾക്ക് അവരെ പറ്റി തൃപ്തിയായാൽ തന്നെയും അധർമ്മകാരികളായ ജനങ്ങളെ പറ്റി അള്ളാഹു തൃപ്തിപ്പെടുകയില്ല. തീർച്ച വിശുദ്ധ ഖുർആന്റെ 9:96 സൂറ തൗബയിൽ കാണാം. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാ സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ തജ്ലിസ് അഹ്ലൽ അഹ്വാ, തന്നിഷ്ടക്കാരോടൊപ്പം നിങ്ങൾ ഇരിക്കരുതേ, തന്നിഷ്ടത്തിനനുസരിച്ച് ജീവിക്കുന്നവരുടെ കൂടെ നിങ്ങൾ ഇരിക്കരുതേ. ഫഇന്ന മുജാലസതഹും മുമർരിദത്തുൽ ലിൽ ഖൽബ്. അൽ ഇബാനത്തുൽ ഖുബ്രയിൽ ഉദ്ധരിക്കുന്ന ഹദീസ എന്താണെന്നറിയോ? ഫഇന്ന മുജാലസതഹും മുമർരിദത്തുൽ ലിൽ ഖൽബ്. തന്നിഷ്ടക്കാരോടൊപ്പം ഇരിക്കൽ ഹൃദയത്തിൽ രോഗമുണ്ടാക്കി തീർക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ അറിയാതെ പോണ തിന്മയാണേത്. തോന്നിയതുപോലെ ജീവിക്കുന്ന ആളുകളോടുള്ള സഹവാസം പാടില്ല. നമസ്കരിക്കാത്തവരോടുള്ള സഹവാസം, സകാത്ത് കൊടുക്കാത്തവരോടുള്ള സഹവാസം, ദീനിന്റെ നിയമങ്ങളെ പരിഹസിക്കുന്നവരോടുള്ള സഹവാസം എത്ര നിസ്സാരമായ കാര്യമാണോ നമ്മുടെ മനസ്സിനത്. പക്ഷേ അല്ലാഹുവിങ്കൽ ഗൗരവമേറിയ കാര്യമാണ്. അവര് വാപ്പയായാലും ഉമ്മയായാലും സഹോദരനായാലും ഭാര്യയായാലും ഭർത്താവായാലും ശരി, അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന ഒരാളാണോ, അയാൾ ആ പരിഹാസത്തിൽ നിന്ന് പിന്തിരിയുന്നത് വരെ അയാളോട് ദീനീപരമായൊരടുപ്പം പാടില്ലെന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം നോക്കണേ. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു കാര്യം കൂടി പറഞ്ഞുതരാം. നമ്മളൊക്കെ നമസ്കരിക്കുന്നവർ ചിലർ നമസ്കരിക്കാറില്ല, അത് വേറെ വിഷയം. നമസ്കരിക്കാത്തവരെ പറ്റി വേറെ തന്നെ പറയാണ്. ചില ആളുകൾക്ക് നമസ്കാരം ഒഴിവാക്കാൻ പ്രത്യേകിച്ച് സമയമൊന്നും വേണ്ട. വയലിന്റെ മജ്ലിസിൽ വന്നിരുന്ന് നിസ്കരിക്കാത്തവരുണ്ട്. അപ്പൊ നിങ്ങള് പറയപ്പോ ഞങ്ങളൊക്കെ ഇവിടെ നിന്നല്ലോ, ഞങ്ങളൊക്കെ ജമ്മും കസറാക്കിയിട്ട് അവിടെ ഇരുന്നത്. എന്റെ സഹോദരിമാർ ഇൻഷാല്ല തിരിച്ചു പോയിട്ട് നമസ്കരിക്കുന്ന വിചാരിക്കുന്നു. ഇൻഷാല്ല അടുത്ത ക്ലാസ് വരുമ്പോ നിങ്ങൾ അതിന് അവസരം ഉണ്ടാക്കണം. ഇവിടെ തന്നെ നിസ്കരിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം. അല്ലാഹു അനുഗ്രഹിക്കുവാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തും. പക്ഷെ ചില സ്ത്രീകൾക്കൊക്കെ നിസ്കാരം ഒഴിവാക്കാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. ഒരു കല്യാണം ഉണ്ടായാൽ മതി, ഒരു വിരുന്നുണ്ടായാൽ മതി. കല്യാണത്തിനും വിരുന്നിന്റെ ഇടയിലുണ്ട് തെണ്ടിപ്പോകാന്ന് ഞാൻ പറയാം. സോറി, തേടിപ്പോക. രണ്ടും തന്നെ. ഉച്ചക്ക് 2 മണിക്ക് ഇറങ്ങാണ് പെണ്ണിന്റെ കൂടെ, അല്ലെ? അങ്ങനെ തന്നെയല്ലേ? ഓല മുഖമൊക്കെ മാറി തുടങ്ങിക്കണേ ഏകദേശം. പെണ്ണിന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങാണ്. എന്തിനാ? ഓളെ കൊണ്ടാക്കാൻ പോവാ. നിങ്ങള് ഒരു പോയിട്ടില്ലെങ്കിൽ പിന്നെ ഓള് പോവില്ലല്ലോ. കെട്ടിച്ചിട്ടണ്ട പിന്നെ ഓള് ഇവിടെ ഒത്തിരിക്കണം, ഓളാണ് പോവാന്നല്ലാതെ. അങ്ങനെ പെണ്ണിന്റെ കൂടെ പോകാം. എപ്പോഴാ പോണത്? 2:30-3 മണിക്ക്. 2:30-3 മണി. ളുഹർ നിസ്കരിച്ചോ? ഇല്ല. എന്നാ നീ പോകുമ്പോ നിസ്കരിക്കാരെന്നായിരിക്കും. വഴിയിലെവിടെയും ഇറങ്ങി. വഴിയിലെവിടെ നിർത്തുവോ? ഇല്ല. പള്ളി പറ്റാത്തവരുണ്ടാവൂലേ? ഉണ്ടാകും. പള്ളിയിൽ മരിച്ച മാത്രം കൊണ്ടുപോകാന്ന് നിയ്യത്ത് വെച്ചവരുണ്ടാവൂലേ? ഉണ്ടാവും. ഓലാരും നിസ്കരിക്കും. അപ്പൊ ളുഹറില്ല, ഖളായി. ഇസ്ലാമിൽ ഖളാ എന്നുള്ള സമ്പ്രദായം തന്നെയല്ല, മനസ്സിലായില്ലേ? എന്നിട്ട് പിന്നെ നേരെ ചെന്ന് അവിടെ നമ്മൾ വിചാരിക്കും അവിടെ പോയിട്ട് നിസ്കരിക്കും. അവിടെ പോയി നിസ്കരിക്കോ? അവിടെ നിസ്കാരമില്ല. ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ടില്ലാത്ത, ഇസ്ലാമിന്റെ സോക്സ് ഇല്ലാത്ത, ഇസ്ലാമിന്റെ മഫ്തല്ലാത്ത, ഇസ്ലാമിന്റെ ജിൽബാബില്ലാത്ത പെണ്ണങ്ങനെ നിസ്കരിക്കും? ഒന്ന്. രണ്ടാമത് നിസ്കരിക്കാൻ വിചാരിച്ച എല്ലാവർക്കും കൂടി മുസ്ലിം ഉപ്പായൊക്കെ അവിടെ ഉണ്ടാവോ? അതുമില്ല. ഇനി കല്യാണം വീട്ടിൽ ചെന്നാൽ നിസ്കരിക്കോ? അതുമില്ല. അപ്പൊ അസറും ഇല്ല, ളുഹറും ഇല്ല. 2 നിസ്കാരം. എന്റെ ഒരു സഹോദരൻ പറഞ്ഞൊരു സംഗതി ഓർമ്മ വരിക. നമ്മളെ കല്യാണ വീട്ടിലുണ്ടാവും 2 സെഷൻ, വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ. അതുവരെ കൃത്യ. നമ്മളൊക്കെ കല്യാണ വീടുകളില് ഒരു സെഷനും കൂടി ഉണ്ടാക്കണം, നിസ്കാര സെഷൻ.
മനസ്സിലായില്ലേ? വെജിറ്റേറിയനും നോൺ വെജും ആണ്ട് പോയിക്കോളൂ. അല്ലേ നിങ്ങൾ പ്രഷറും ഷുഗറും അങ്ങോട്ട് കുഴപ്പമുള്ളവർ നിങ്ങളൊക്കെ ഇങ്ങോട്ട്. സഹോദരങ്ങളെ സഹോദരിമാരെ, എന്നാ നിസ്കരിക്കാനുള്ള ഒരു സെഷൻ കൂടി ഉണ്ടാക്കിക്കൂടെ വരയില്? അതെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം എത്ര ഗൗരവമുള്ള കാര്യമാണെന്നറിയാമോ? അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോണ കാര്യമാ, അൽ അഹ്ദുല്ലദീ ബൈനനാ വ ബൈനകുമുസ് സ്വലാത്ത് ഫമൻ തറകഹാ ഫഖദ് കഫറ. ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെയും അവരുടെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരത്തെ ഉപേക്ഷിക്കലാണ്. അതിർവരമ്പ് നമസ്കാരം ഉപേക്ഷിക്കല. മുസ്ലിമിന്റെയും അമുസ്ലിമിന്റെയും ഇടയിലുള്ള വ്യത്യാസം നമസ്കാരമാണ്. ആരാ നമസ്കാരത്തെ ഉപേക്ഷിച്ചുവോ ഫമൻ തറകഹാ ഫഖദ് കഫറ, അവൻ കാഫിറായി പോയിട്ടുണ്ടെന്ന് ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമസ്കാരം മുടക്കിയിട്ട്, നമസ്കാരം ഖളാആക്കിയിട്ട്, നമസ്കാരം പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് കോളേജുകളിൽ പഠനത്തിന് പോണ പെണ്ണുങ്ങൾ എത്രയാ, സ്കൂളുകളിൽ പഠിക്കാൻ പോണ കുട്ടികൾ എത്രയാ, വിരുന്നിന് പോണ പെണ്ണുങ്ങൾ എത്രയാ, വിരുന്നാളുകൾക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഷോപ്പിംഗ് മാളുകൾ കയറി ഇറങ്ങുന്ന ആളുകൾ എത്രയാ, കല്യാണത്തിന്റെ സെലക്ഷനുമായി വലിയ വലിയ ഷോപ്പിംഗ് മാളുകളിൽ കയറിയിട്ട് രാവിലെ ഇറങ്ങിയിട്ട് ളുഹറില്ല, അസറില്ല, മഗ്രിബില്ല, ഇശാ ഇല്ല, നട്ടപ്പാതിരക്ക് പുരക്കകത്തേക്ക് കയറി വന്നിട്ട് ക്ഷീണത്താൽ ഭക്ഷണം പോലും കഴിക്കാതെ കിടന്നിറങ്ങിപ്പോയിട്ട് 5 നേരത്തെ നമസ്കാരവും ഒഴിവാക്കിയ കാഫിറുകളായ ആണും പെണ്ണും എത്രയാ? ഫമൻ തറകഹാ ഫഖദ് കഫറ. നമസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിച്ചാൽ ഓൻ കാഫിറാണ്. നമ്മളൊക്കെ ഉമ്മത്ത് മുസ്ലിമിലും എത്ര കാഫിര്യങ്ങളുണ്ടാവും? അയമുട്ടി കാഫിർ, അബൂബക്കർ കാഫിർ, ആയിഷമ്മ കാഫിർ, ഫാത്തിമ കാഫിർ, രഹന കാഫിർ, കോളേജിൽ പോണ ഫർഹാന കാഫിർ. വിളിക്കാൻ പറ്റുമോ നമുക്ക്? വിളിക്കാൻ പറ്റൂല, വിളിക്കാൻ പാടില്ല. പക്ഷെ സത്യത്തിൽ ആരാ? നമസ്കാരം ഒഴിവാക്കി ഫഖദ് കഫറ, അവൻ കാഫിറാണ്. പരീക്ഷയ്ക്ക് തടസ്സമെന്താ? നമസ്കാരമാണോ? ഫഖദ് കഫറ. നോമ്പിന് തടസ്സമെന്താ? നിങ്ങൾ ആലോചിച്ചൊക്കെ എല്ലായിടത്തും ഒരു തടസ്സമായി വരികയാണ്. നമ്മുടെ വിദ്യാഭ്യാസവും നമ്മുടെ ജീവിത രീതിയൊക്കെ തടസ്സമായി വരിക അല്ലാഹുവിന്റെ ദീന്. ശരി സഹോദരങ്ങളെ സഹോദരിമാരെ, ഇങ്ങനെ നമസ്കരിക്കാത്ത ആളുകൾ ഒരു ഭാഗത്തുണ്ട്. ഇനി നമസ്കരിക്കുന്ന ആളുകളുടെ ലിസ്റ്റ് എന്താ? നമ്മൾ ശ്രദ്ധിക്കാത്ത ആണുങ്ങൾ പ്രത്യേകിച്ച് മനസ്സിലാക്കേണ്ട ഒരു പോയിന്റാ. പള്ളിയിലേക്ക് കടന്നു പോണ ആളുകൾ ശ്രദ്ധിക്കേണ്ട പോയിന്റാ. നമ്മുടെ ശരീരത്തിന്റെ ദുർഗന്ധങ്ങളുമായി അള്ളാഹുവിന്റെ ഭവനത്തിലേക്ക് പോകരുതേ. ശരീരത്തിൽ ദുർഗന്ധമായിട്ട് അള്ളാന്റെ പള്ളിയിൽ പോകരുത്. അങ്ങനെ നോക്കിയപ്പോ പണിയെടുക്കുന്നവരൊക്കെ എന്താ ചെയ്യാന്ന് ഇൻഷാ അല്ലാഹ് വിശദീകരിച്ചു തരാം. റബ്ബിന്റെ ഭവനവുമായി ബന്ധപ്പെട്ട ഒരു ആയത്തിന്റെ 7-ാമത്തെ അധ്യായം സൂറത്ത് അറാഫിന്റെ 31-ാമത്തെ വാചകമാ, യാ ബനീ ആദമ ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്. ആദമിന്റെ സന്തതികളെ, എല്ലാ ആരാധനാലയത്തിങ്കലും അഥവാ ആരാധനാവേളകളിലും നിങ്ങൾ അലങ്കാരമുള്ള വസ്ത്രങ്ങൾ ധരിച്ചുകൊള്ളുക. നല്ല വസ്ത്രങ്ങൾ ധരിച്ചിട്ടാണ് നമസ്കരിക്കേണ്ടത്. പള്ളിയിലേക്ക് വരുന്നവരെ മനസ്സിലാക്കേണ്ട, പ്രാവർത്തികമാക്കേണ്ട ഒരു പൊതുതത്വമാണത്. പള്ളിയിലേക്ക് വരുന്ന ആളുകളുടെ വസ്ത്രം വളരെ വിശുദ്ധമാകണം, നല്ലതാകണം, ഭംഗിയുള്ളതാകണം. നമ്മൾ സാധാരണയൊക്കെ നിസ്കരിക്കുമ്പോ എന്താ, ഒരു കയ്യില് തുണിയും ചീഞ്ഞ കുപ്പായൊക്കെ ഇട്ടിട്ട് അല്ലാഹു അക്ബർ അല്ലേ? ചില ആൾക്കാരാണ് പള്ളിക്ക് കള്ളിത്തുണിയൊക്കെ ചുറ്റിങ്ങനെ വരുന്നത്. ഓഫീസിൽ പോകുമ്പോഴും കല്യാണത്തിന് പോകുമ്പോഴും വിരുന്ന് പോകുമ്പോഴും പോലീസ് സ്റ്റേഷനിൽ പോകുമ്പോഴും റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോഴൊക്കെ നല്ല അടിപൊളി വേഷം. അള്ളാന്റെ മുമ്പ് ചെല്ലുമ്പോ പഠിച്ചോനല്ലേ, ഓ ഒരു ചീഞ്ഞതാ, അതുകൊണ്ട് ഒരു ചീഞ്ഞത് മതി, ഇങ്ങനെ ഒരു വേഷം. കീറിയത് പറഞ്ഞത് നമ്മളെ ഉമ്മാരെ തുണിന്റെ കുപ്പായത്ത് വേണം. ഇവിടെയൊക്കെ കീറുന്ന നിസ്കാര കുപ്പായൊക്കെ ഇവിടെ കീറുന്നു. ആ കീറിയ മരത്തെ കുപ്പായിട്ട് നിങ്ങൾ കല്യാണത്തിന് പോലുണ്ടോ? ഇല്ല. ചില ആൾക്കാർ ഇവിടെയൊക്കെ കീറണ, ചിലർ ഒരു കൈലി, നിങ്ങളെ നാട്ടിലെന്താ പറയാറില്ല, ഒരു ബനിയനും ഹലാസ്. ഇത് എന്ത് നിസ്കാര കൂട്ടരെ? അള്ളാന്റെ റസൂല് പഠിപ്പിച്ചത്, ഖുർആൻ ഓതിയിട്ട് റസൂല് പറഞ്ഞതാ, നിങ്ങൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണോ നിസ്കരിക്കുമ്പോ? പ്രത്യേകം നിസ്കരിക്കാനായിട്ടൊരു വേഷം ഉണ്ടാക്കി വെക്കണം. നമ്മൾ ശരിക്കും പഠിക്കണ്ട. ഇത് സാധാരണ അങ്ങനെ അവസരം കിട്ടുന്നവരെ പറ്റി പറയാ, ശരിക്കും മനസ്സിലാക്കേണ്ട പോയില്ല. ഇനിയോ, ആ പള്ളിയിൽ ശബ്ദകോലാഹലങ്ങൾ പാടില്ല.
അള്ളാഹുവിന്റെ ഭവനത്തിൽ നമസ്കരിച്ചവരായെന്ന് മഗ്‌രിബിശാവും നമ്മള്. ആ പള്ളിയിൽ ശബ്ദകോലാഹലങ്ങൾ പാടില്ല, വൃത്തികേടുകൾ പാടില്ല, വിൽക്കലും വാങ്ങലും പാടില്ല, അഥവാ കച്ചവടം പാടില്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം തുർമുദി ഉദ്ധരിക്കുന്ന 322 നമ്പർ ഹദീസ. എന്തിനേറെ നഷ്ടപ്പെട്ട ഒരു സാധനം പള്ളിയിൽ വെച്ച് വിളിച്ചന്വേഷിക്കാൻ പോലും പാടില്ല. സ്വഹീഹ് മുസ്ലിമിലെ 568 569 നമ്പർ ഹദീസുകൾ നിങ്ങളൊന്ന് കുറിച്ചു വെക്കണേ, എന്നിട്ടൊന്ന് പോയി പരിശോധിക്കണേ. ഈ വിഷയത്തിൽ പ്രസക്തമുള്ളതാ. വഅൻ ബുറൈദത റളിയല്ലാഹു അൻഹു അന്ന റജുലൻ നശദ ഫിൽ മസ്ജിദി ഫഖാല മൻ ദആ ഇലൽ ജമലിൽ അഹ്മർ. ഒരു പുരുഷൻ കളഞ്ഞുപോയ സാധനം അന്വേഷിച്ചുകൊണ്ട് പള്ളിയിൽ വന്നു. അയാളെ വിളിച്ചു പറഞ്ഞു, മൻ ദആ ഇലൽ ജമലിൽ അഹ്മർ, എന്റെ ചുവന്ന ഒട്ടകം കിട്ടിയവരെ എനിക്കൊന്ന് തിരിച്ചു തരിക. എന്റെ ചുവന്നൊരു മെഴ്സിഡസ് ബെൻസ്, എന്റെ ഒരു ഓടി, എന്റെ ഒരു വലിയൊരു കാറ്, അന്നത്തെ കാലത്ത് പറയുകയാണെങ്കിൽ എന്റെ കാർ ഇവിടെ നിർത്തിയിട്ടിരുന്ന ആരെങ്കിലും കണ്ടോ എന്ന് പള്ളിയുടെ ഉമ്മറത്ത് വെച്ച് ഒരാൾ പള്ളിയിലേക്ക് വിളിച്ചു പറഞ്ഞാൽ, ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ വജത്ത ഇന്നമാ ബുനിയത്തുൽ മസാജിദു ലിമാ ബുനിയതു ലഹു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ പറയാ, നിനക്കത് ലഭിക്കാതിരിക്കട്ടെ, നിനക്കത് ലഭിക്കാതിരിക്കട്ടെ. നിശ്ചയമായും പള്ളികൾ നിർമ്മിച്ചിട്ടുള്ളത് അതിന്റേതായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങളുടെ നഷ്ടപ്പെട്ട മൊബൈൽ അന്വേഷിക്കാനല്ല, സ്വർണമോതിരം അന്വേഷിക്കാനല്ല, പാദസരം അന്വേഷിക്കാനല്ല, മാല അന്വേഷിക്കാനല്ല, നിങ്ങളുടെ വീടിന്റെ ചാവി അന്വേഷിക്കാനല്ല. ആ പള്ളിയുടെ ഉമ്മറത്ത് വെച്ചിട്ട് എന്റെ സാധനം ആരെങ്കിലും കണ്ടോ എന്ന് വിളിച്ചു ചോദിച്ച സഹാബികളോട്, ആ കൂട്ടത്തിൽപ്പെട്ട ആളോട് അല്ലാഹുവിന്റെ ഹബീബ് കാരുണ്യത്തിന്റെ പ്രവാചകൻ തന്റെ അണിയാറുകൾ ഒരു പ്രയാസവും സഹിക്കുന്നത് ഇഷ്ടപ്പെടാത്ത മനുഷ്യാവകാശത്തിന്റെ അപ്പോസ്തലൻ പറഞ്ഞു പോണ വാക്കാണ്, ലാ വജത്ത, നിന്റെ ചുവന്ന ഒട്ടകം നിനക്ക് ലഭിക്കാതിരിക്കട്ടെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളായിട്ടൊന്ന് ബന്ധപ്പെടുത്തി നോക്കി നിങ്ങള്. നമ്മളെല്ലാതും പള്ളിന്റെ ഉള്ളിലാ, നാട്ടുവർത്താനം പള്ളി. നിസ്കാരം കഴിഞ്ഞ തിരിഞ്ഞ അല്ലടാ എന്നാലേ നമ്മള് മറ്റോനെ ഓനെ മറ്റേ പുതിയതാ, എല്ലാ ചർച്ചയും പള്ളിന്റെ ഉള്ളിൽ. ഹറാമായ ചർച്ചയും വിദഅത്തായ ചർച്ചയും വൃത്തികെട്ട ചർച്ചയും ഒക്കെ പള്ളിന്റെ ഉള്ളിൽ. നല്ല ഞാൻ പറയുകയാണെങ്കിൽ പള്ളി കമ്മിറ്റി കൂടി പള്ളിന്റെ ഉള്ളിൽ കൂടാൻ പാടില്ല. പള്ളി കമ്മിറ്റി കൂടിയാലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉണ്ടാവും. അതുവരെ പുറത്തേക്കാക്കണമെന്നാണ്. പള്ളി എന്ന് പറഞ്ഞാൽ അതിനൊരു മര്യാദ ഉണ്ട്, ഒരു മഹത്വം ഉണ്ട്. അള്ളാന്റെ ഭവനത്തിന്റെ മഹത്വം നമുക്ക് ഇപ്പോൾ മനസ്സിലായിട്ടില്ല. അള്ളാന്റെ പള്ളിന്റെ മഹത്വം മനസ്സിലായില്ല. അള്ളാന്റെ പള്ളിന്റെ മഹത്വം മനസ്സിലായ ഒരാള് ആ പള്ളിയിൽ വന്ന വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ വന്നാല് നമ്മുടെ ആൾക്കാർ കാണാം, രണ്ട് കാലിങ്ങനെ കുത്തിച്ചുണ്ടാവും, എന്നിട്ട് കൈ ഇങ്ങനെ ചുറ്റിപ്പിടിച്ചിങ്ങനെ ഇരിക്കും. തിർമിദിയും അബൂദാവൂദും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുട്ട് കെട്ടിയിരിക്കൽ പള്ളിയിൽ അല്ലാഹുവിന്റെ റസൂൽ നിരോധിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ വന്നാൽ കാണാൻ ആൾക്കാരെ രണ്ട് കാലും ഇങ്ങനെ കുത്തിവെക്കും, കാലുത്തിയൊക്കെ ഇതിങ്ങനെ ഇങ്ങനെ ഇരിക്കൂല, അങ്ങനെ പ്രത്യേക രീതിയിൽ. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? എന്നിട്ട് ഇങ്ങനെ തൊള്ളിയും പൊടിച്ചിങ്ങനെ അങ്ങ് തൂങ്ങുന്നുണ്ടാവും ചിലര് ഇമാമിന്റെ മൊത്തം. അതിൽ സലഫി പള്ളി, സുന്നിപ്പള്ളി, മുജാഹിദ് പള്ളി, ജമാഅത്ത് പള്ളി എന്ന് വ്യത്യാസമല്ല, എല്ലാ പള്ളിയിലും ഉണ്ട് മുട്ടുകെട്ടിയിരിക്കൽ. അനിൽ ഹിബ്വ നഹാ അനിൽ ഹിബ്വ, റസൂൽ നിരോധിച്ചു. അത് സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ നിരോധിച്ചു പറഞ്ഞാൽ ദീന് നിരോധിച്ചു എന്നാ. ഇസ്ലാമിൽ പാടില്ല. എവിടെ? പള്ളിയിൽ വന്നിട്ട് ആ ആരാധനാവേളയിൽ മുട്ടുകെട്ടിയിരിക്കുന്ന സമ്പ്രദായം, പള്ളിയിൽ മുട്ടുകെട്ടിരിക്കൽ ഹറാമാണ്. നിങ്ങൾ ആലോചിച്ചോക്ക്, ഇതൊക്കെ എന്റെ മര്യാദ. ആ മര്യാദകളിൽപ്പെട്ട ഒരു മര്യാദയാണ് ദുർഗന്ധങ്ങളോടെ പള്ളിയിൽ വരൽ പാടില്ല എന്നത്. ദുർഗന്ധങ്ങളോടെ പള്ളിയിൽ വരാൻ പാടില്ല എന്നത് പലപ്പോഴും നമ്മൾ കാണാം. സോക്സിൽ നിന്നും ധരിച്ച വസ്ത്രത്തിൽ നിന്നും ദുർഗന്ധം ജോലിക്കിടയിൽ നേരിട്ട് പള്ളികളിൽ എത്തുന്നവരിലാണ് അധികവും ഇത് കാണാറുള്ളത്. അവരിത് ശ്രദ്ധിക്കണ പ്രത്യേകം നല്ലതാ. എന്നാ ഒരാള് ജോലിക്കിടയിൽ വരാ, അയാൾക്ക് വേറെ വസ്ത്രമൊന്നുമില്ല, എങ്കിലും പിന്നെ നിർവാഹമൊന്നുമില്ല. പക്ഷേ സ്വാഭാവികമായി നമ്മൾ ആലോചിക്കേണ്ടത്, പണിക്ക് പോണ ആളുകൾ ആലോചിക്കേണ്ടത്, നമ്മൾ ജോലി സ്ഥലത്ത് പ്രത്യേകമായ ഒരു വേഷം, ജോലിക്ക് വേണ്ടി ഒരു വേഷവും അങ്ങോട്ട് പോകുമ്പോ ഒരു വേഷമില്ലേ, ആ ജോലിക്ക് വേണ്ടിയുള്ള വേഷം അങ്ങ് മാറ്റിവെച്ചിട്ട് സെൻട്രിങ് ജോലിക്കാരൻ ബാങ്ക് കൊടുത്തപ്പോ ഷർട്ട് അങ്ങ് ഊരിട്ടു. എന്നിട്ട് പറ്റുകയാണെങ്കിൽ കഴുകാൻ പറ്റുകയാണെങ്കിൽ കഴുകുക, ഇനി അതില്ലെങ്കിലോ തന്റെ കയ്യിലൊരു സുഗന്ധം കരുതുക.
കരുതുക, മറ്റുള്ളവർക്ക് ദുർഗന്ധമാകാതിരിക്കാൻ. എന്നിട്ട് പൂശുക, എന്നിട്ട് പള്ളിയിലേക്ക് വരട്ടെ. എത്ര സുന്ദരമായ വരരുതെന്നല്ല പറഞ്ഞത്. ചില ആളുകൾ മനസ്സിലാക്കാൻ തരുമോ? ഇനിയിപ്പോ പഠിച്ചോനെ എന്നാ പിന്നെ ഒരാള് നല്ലൊരു പണിക്കാരനാ, മറ്റേ വിറകുകെട്ടുകാരെ കണ്ടില്ല നിങ്ങള്? വേർത്തിന് കുളിച്ചിട്ടുണ്ടാവും. ബാങ്ക് കൊടുക്കുമ്പോ പഠിച്ചോനെ ബാങ്കല്ല കൊടുക്കണം, അള്ളാന്റെ പള്ളിക്കല്ലേ കൊണ്ട് വേഗം പോവാ. നിന്നു. അന്ന് മൗലി പറഞ്ഞേക്കണ പള്ളിയിൽ വേർപ്പോട് കൂടി പോകരുത്, ഇത് തെളിവാക്കരുത്. അല്ലേ പറഞ്ഞു. അയാൾ എന്ത് ചെയ്യാ? ആ വസ്ത്രം മാറ്റി വേറെ വസ്ത്രം ധരിക്കുക. നോക്കണേ, നിങ്ങൾ നിസ്കരിക്കാൻ പ്രത്യേക വേഷം, വെള്ളിയാഴ്ചക്ക് പ്രത്യേക വേഷം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പ്രത്യേക വേഷം നമ്മൾ കണ്ടെത്തന്നെ വേണം. അങ്ങനത്തെ ജോലി തിരക്കൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ നമ്മൾ പെട്ട വേഷത്തിലാണ്. നമ്മളൊക്കെ ദായിമാരെന്നും ഈ ഓട്ടം തന്നെ. അപ്പൊ എന്ത് ചെയ്യാ? കയ്യിലൊരു അത്ര കുപ്പിയൊക്കെ കരുതാ. ഒന്ന് പൂശ പള്ളി കയറുമ്പോ അള്ളാന്റെ മുമ്പിലാണല്ലോ കയറുന്നത്. പുതിയാപ്പള പോകുമ്പോ എങ്ങനെ കൂട്ടരെ? എങ്ങനെ നമ്മള് പുതിയാപ്പള പോലെ തോന്നിയിട്ടാ ആണോ? അല്ലല്ലോ. അല്ലാഹുവിന്റെ മുന്നിലല്ലേ, മുലാഖാത്തല്ലേ, കയ്യങ്ങ് കെട്ടുകയല്ലേ, എന്നിട്ട് റബ്ബിനോടല്ലേ അല്ലാഹു അക്ബർ. പഠിച്ചവനെ നിന്നെയാ, എല്ലാ റബ്ബിന്റെ മുന്നിലാ. അവിടെ എന്റെ ഭാര്യയില്ല, ഭർത്താവില്ല, മക്കളില്ല, കുടുംബമില്ല, കൂട്ടമില്ല, സ്വത്തില്ല, ബന്ധമില്ല, ഒന്നുമില്ല. മഹാനായ സഹാബി കയ്യങ്ങ് കെട്ടിയപ്പോ മദീനത്തെ ഏറ്റവും സുന്ദരമായ തോട്ടം, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ മഹാനായ സഹാബി അബൂ തുൽഹാ റളിയല്ലാഹു അൻഹു ആണ്. ഓർമ്മ വന്നു ഈ തോട്ടം, ഓർമ്മ വന്നു ബിസിനസ്, ഓർമ്മ വന്നു അവനവന്റെ സൗകര്യങ്ങള്. ആ ഓർമ്മ വന്നപ്പോ അദ്ദേഹം നമസ്കാരം അങ്ങ് കഴിഞ്ഞപ്പോ മുഴുവനും അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിലേക്ക് പൂർണ്ണമായ അങ്ങ് സ്വതക്ക നൽകി. മനസ്സിലാ ചിന്ത വരരുതേ. നല്ല ഒട്ടകത്തെ പറ്റി, നല്ല തോട്ടത്തെ പറ്റി, നല്ല വാഹനത്തെ പറ്റി, നല്ല ഒരു വിവാഹത്തെ പറ്റി, നല്ല ഭാര്യയെ പറ്റി, ഭർത്താവിനെ പറ്റി ഓർമ്മ വരരുതേ. നമ്മളൊക്കെ നിസ്കരിക്കാൻ തന്നെ എന്നാ എന്താ പറഞ്ഞത്? അടുപ്പത്ത് ചായക്ക് വെച്ചിട്ടാ പെണ്ണുങ്ങൾ നിസ്കരിക്കാൻ കഴിയട്ടെ. പഠിച്ചോനെ തിളച്ചോ തിളച്ചില്ലേ? ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം. അല്ലാ പൂച്ച, ഈ കുട്ടികളെ പോത്തുകൾ എവിടെയാണ്? അവിടെയൊക്കെ മനസ്സിൽ തന്നെ. എന്താ നിസ്കാരം? റമളാൻ മാസത്തിലൊക്കെ ഉണ്ട് തറാവീഹ് നിസ്കാരം പെണ്ണുങ്ങൾക്ക്. അടുക്കളയില് തറാവീഹ് നിസ്കരിച്ച് അവിടുന്ന് വരുന്ന ആൾക്കാർ വരുമ്പോഴേക്കും ഇവിടെ ഭക്ഷണം ഉണ്ടാക്കണോ? മുപ്പത്തിരിക്ക് തറാവീഹിലൊന്നുമില്ല. എന്നിട്ട് ഭക്ഷണം ഉണ്ടാക്കാനുള്ള തിരക്കാ. അപ്പൊ അടുപ്പത്ത് വെച്ച് എന്നിട്ട് ഗ്യാസുമേൽ കത്തിച്ചിട്ട് അല്ലാഹു അക്ബർ 2 റക്അത്ത് കഴിഞ്ഞ് പോയി നോക്കി. ദിക്റെല്ലാം നേരല്ല. പിന്നെ അടുത്ത 2 റക്അത്ത് അല്ലാഹു അക്ബർ വീണ്ടും പോയി നോക്കി. തിളച്ചോ വന്തോ? എന്നിട്ട് അന്നെങ്ങാനും കൂടിയാലോ? അപ്പോഴല്ലേ നമ്മൾ നിസ്കരിക്കണ പുതിയാപ്പിളാരെ സ്വഭാവം പുറത്തേക്ക് വരാ. എനിക്ക് ചോറുണ്ടാക്കാനല്ല 15 കൊല്ലായില്ലടി ഇങ്ങോട്ട് ചൂടാവല്ലേ. ആര്? നോമ്പുണ്ട്, നിസ്കാരമുണ്ട്, ഒക്കെ ഉണ്ട്. കാര്യം നമ്മളെ മുവാഹിദീങ്ങൾ പച്ച താടി വെച്ച് നീട്ടി വളർത്തിയ നല്ല നല്ല മാപ്പിള മക്കള്. അതിലെ മൗലവിമാരും കണക്കാ, മൗലവിമാരല്ലാത്തവരും കണക്കാ. പെണ്ണുങ്ങളെ ഒത്തുക്കടി ചാടി ഇതിനാണ് എന്നെ പറ്റുന്നൊക്കെ കാറി കുരച്ച് ഓളം കണ്ട് എരപ്പാക്കി വടക്കാക്കി. നോമ്പുണ്ടോ? നിസ്കാരം ഉണ്ടോ? എന്ത് നോമ്പാവോ? എന്ത് നിസ്കാരം? ശരി. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു സ്പ്രേയോ സുഗന്ധമോ ഒക്കെ പൂശി നമ്മൾ എന്ത് ചെയ്യാ? പള്ളിക്ക് വരാ. ശ്രദ്ധിക്കുക. അതിലേറെ മാരകമാണ്, അതിലേറെ പ്രയാസമാണ് റബ്ബിന്റെ അടിയാറുകളായ നമസ്കാരക്കാരെയും അല്ലാഹുവിന്റെ മുഖറബീങ്ങളായ മലക്കുകളെയും ദ്രോഹിക്കാൻ പള്ളിയിലെത്തുന്ന പുകവലി വീരന്മാർ. ചില ആളുകളുടെ പള്ളിക്ക് കേറുമ്പോഴ വായുകുടി കഴുകുക നേരെ അല്ലാഹു അക്ബർ. പുകവലി വീരന്മാർ വളരെ ഗൗരവത്തോടുകൂടി കാണണേ. ഹലാലായിട്ട് പോലും ഉള്ളിയുടെ അതിന്റെ ഗന്ധത്തിന്റെ രൂക്ഷത കാരണം നിങ്ങളത് ഭക്ഷിച്ച് പള്ളിയിലേക്ക് വരരുതേ എന്ന് ലോകത്തിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅൻ ജാബിർ റളിയല്ലാഹു അൻഹു ഖാല ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അകല ഥൂമൻ ഔ ബസലാ ഫൽയഅ്തസിൽനാ ഔ ഫൽയഅ്തസിൽ മസ്ജിദനാ. സ്വഹീഹുൽ ബുഖാരിയിലെ 854-ാമത്തെ നമ്പർ ഹദീസ, സ്വഹീഹ് മുസ്ലിമിലെ 546-ാമത്തെ നമ്പർ ഹദീസ, മുത്തഫഖുൻ അലൈഹി. അല്ലാഹുവിന്റെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞുപോയി, വെള്ളുള്ളിയോ ചുവന്നുള്ളിയോ ഭക്ഷിച്ചവൻ അതിൽ നിന്ന് പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കട്ടെ, അല്ലെങ്കിലോ നമ്മുടെ പള്ളികളിൽ നിന്ന് അകന്നു നിൽക്കട്ടെ, നമ്മിൽ നിന്ന് അകന്നു നിൽക്കട്ടെ, അല്ലെങ്കിലോ നമ്മുടെ പള്ളിയിൽ നിന്ന് അകന്നു നിൽക്കട്ടെ. എന്താ അത് ഹറാമായതുകൊണ്ടാണോ? അല്ല, അതിന്റെ രൂക്ഷത കാരണമാണ്. സ്വഹീഹ് മുസ്ലിമിലെ 567-ാമത്തെ നമ്പർ ഹദീസിൽ കാണാം, ഈ ഉമ്മത്തിന്റെ 2ാമത്തെ നേതാവ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ വെച്ചിട്ട് പറഞ്ഞു, ഖുത്ബ പറയുമ്പോൾ മിമ്പറിൽ വെച്ച് പറഞ്ഞു, എന്തെന്നറിയോ? ഭക്ഷിക്കുന്നവൻ വേവിച്ചതിന്റെ ദുർഗന്ധങ്ങളേട്ടെ, അല്ലാതെ പള്ളിയിലേക്ക് വരരുതേ.
അന്നൊക്കെ കാണാൻ അറിയോ, ഇങ്ങനെ ദുർഗന്ധമായിട്ട് വരുന്ന ആൾക്കാരെ പെരടിക്ക് പിടിച്ചിട്ട് ജന്നത്തുൽ ബഖീക്കാണ് തള്ളണത്. മദീനത്ത് പോയാൽ കാണാൻ ജന്നത്തുൽ ബഖീ ഖബർസ്ഥാൻ, പൊതു മുസ്ലിങ്ങളുടെ ഖബർസ്ഥാൻ, ലോകത്തുള്ള നേതാക്കന്മാരും നായകന്മാരും മുഴുവനും മറമാടപ്പെട്ട ഖബർസ്ഥാൻ. റളിയല്ലാഹു അൻഹും കുല്ലുഹും അജ്മഈൻ. സാധാരണ മുസ്ലിങ്ങൾക്ക് അയക്കാണ് തള്ളുന്നു. നമ്മളെ ബീഡി വലിക്കാരൊക്കെ ഇപ്പൊ എന്താ ചെയ്യേണ്ടത്? ചാട്ടോണ്ട് അടിക്കേണ്ടി, ചൂരലുണ്ട് മടിയിൽ, ഓരോ ചൂരലും ഒരു ഭാഗത്ത്. സെക്രട്ടറി പ്രസിഡന്റ് പുക വലിക്കുന്ന സെക്രട്ടറിനാണെങ്കിലോ കഴിഞ്ഞു അല്ലേ? അതുകൊണ്ട് വളരെ ഗൗരവത്തോടുകൂടി കാണാം, ഈ വിഷയത്തെ ഗൗരവത്തോടുകൂടി കാണണം. ദുർഗന്ധങ്ങളോടെ പള്ളിയിൽ വരരുതേ ആണുങ്ങളെ, പെണ്ണുങ്ങളെ. ദുർഗന്ധത്തോടുകൂടി പള്ളിയിൽ വരാൻ പാടില്ല. അത് വളരെ ഗൗരവത്തോടുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ട സംഗതിയാണ്. ആ കൂട്ടത്തില് ഒരുപാട് കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെടുത്ത്, പള്ളിയുമായി ബന്ധപ്പെട്ട് തന്നെ പറയാണ്. പക്ഷെ ഞാൻ അത്തരം ഒരു ലോകത്തേക്ക് ഇപ്പൊ കടന്നു പോണില്ല. കാരണം എന്താ വെച്ചാല് അങ്ങനെ കടന്നുപോയാൽ നമ്മളിത് ഇവിടെ എത്തൂല. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട അതിലേറെ ഗൗരവം കൂടിയതും കുറഞ്ഞതൊക്കെ വേറെയുണ്ട്, അല്ലെങ്കിൽ നിസ്സാരമായി നമ്മൾ മനസ്സിലാക്കണ കുറയുണ്ട്. ഞാൻ അതിങ്ങനെ ഒരു പഠനം നിൽക്കുന്ന ഇങ്ങനെ പറഞ്ഞു പോവാ. ഇനിയോ മറ്റൊരു വിഷയം എന്താ? ഞാൻ നേരത്തെ പറഞ്ഞു, സുഗന്ധം പുരുഷന് സുന്നത്താണ്. പള്ളിയിലേക്ക് പോകുമ്പോ സുഗന്ധം വേണം. എന്നാൽ അതേ സുഗന്ധം സ്ത്രീക്ക് ഹലാലല്ലാതെ, അവക്കത് ഹറാമാണ്, അവക്കത് പാടില്ല. സ്ത്രീക്ക് സുഗന്ധം പാടില്ല. അപ്പൊ പറഞ്ഞില്ലേ നമ്മൾ, ദുർഗന്ധം പാടില്ല. പുരുഷൻ പള്ളിക്ക് വരുമ്പോ സുഗന്ധം ഉണ്ടാകണം. അപ്പൊ അടുക്കളപ്പണിന്റെ ഇടയിൽ നിന്ന് ചിലപ്പോ കുളിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ കുളിച്ചു എന്നാലും ഒന്നും അങ്ങനെ ഈ അർത്ഥത്തിലൊന്നും ആയില്ല. നേരെ ഒരു സ്ത്രീ പള്ളിക്ക് വരും. അള്ളാന്റെ പള്ളിക്കൊക്കെ പെണ്ണുങ്ങൾക്ക് വരില്ല. ഹലാലാണ്, ഇബാദത്താണ്, പുണ്യാണ്, സുന്നത്താണ്. എന്താണ്? അനുവദിക്കപ്പെട്ടതാണ്. 130 ചില്ലാനും വരുന്ന ഹദീസുകൾ കാണാം. സ്ത്രീക്ക് പള്ളിയിൽ വരാം, നമസ്കരിക്കാം, ഇഅ്തികാഫിരിക്കാം. എങ്ങനെ അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടെ കഴിഞ്ഞുകൂടാം അല്ലെ? റസൂലുള്ളാഹിന്റെ ഭാര്യമാർ ഇഅ്തികാഫിരുന്നു. ഇസ്തിഹാലത്തുള്ള പെണ്ണ് തന്റെ ആ രക്തമൊലിക്കുന്ന ഭാഗത്തൊരു താലം വെച്ചിട്ട് അവിടെ ഇരുന്നു പള്ളിയിൽ. ഇത്ര റിസ്ക് എടുത്തിട്ട് നിങ്ങൾ ആലോചിച്ച് നോക്കണേ. ഹിജാബിന്റെ ആയത്തിന്